കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ. യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. നമ്മൾ കഴിഞ്ഞ ഇതിൽ രണ്ടാം സർഗത്തിൽ 6ാമത്തെ ശ്ലോകം കഴിഞ്ഞു. അതായത് ഭൂമിദേവി ഭൂഭാരം അധികമായപ്പോൾ രാവണാദി ദുഷ്ടന്മാരുടെ ദുഷ്പ്രവൃത്തികളും അധർമ്മവും കാരണം ഭൂമിദേവിയുടെ ഭാരം അധികമായപ്പോൾ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം ഉണർത്തിച്ചു. അപ്പോൾ ബ്രഹ്മാവ് നിമിഷ നേരം ധ്യാനിച്ചപ്പോൾ എല്ലാം മനസ്സിലായി ബ്രഹ്മാവിന്. പിന്നെ അപ്പോൾ ഹൃദയത്തിൽ നല്ലോണം വിളങ്ങി. പിന്നെ എന്താണ് ഭൂമിദേവിയുടെ എന്നൊക്കെ ബോധ്യമായി എന്നർത്ഥം. അതായത് അധർമ്മം വർദ്ധിച്ചാൽ ഭൂമിദേവിക്ക് വലിയ ക്ഷയമാണ്. ഇവിടുത്തെ എല്ലാ സാധനങ്ങൾക്കും ഐശ്വര്യമൊക്കെ ഇല്ലേണ്ടേവി. അപ്പോൾ അത് നമ്മൾ നല്ലോണം ഓർമ്മിക്കേണ്ടതാണ്. ധാർമ്മികമായിട്ടുള്ള പ്രവൃത്തികൾ ആണ് നമ്മുടെ ഐശ്വര്യം വർദ്ധിക്കാൻ ഏറ്റവും നല്ലത് എന്ന്. ഇനി 7 ചെയ്യാം. 7ാമത്തെ ശ്ലോകം നമുക്ക് വായിക്കാം. തസ്മാത് ക്ഷീരസമുദ്രതീരമഗമദ് ബ്രഹ്മാഥ ദേവൈർവൃതോ ദേവ്യാ ചാഖിലലോക ഹൃത്സ്ഥമജരം സർവജ്ഞമീശം ഹരിം അസ്തൗഷിച്ഛുതിസിദ്ധനിർമ്മലപദൈ സ്തോത്രൈ പുരാണോദ്ഭവൈ ഭക്ത്യാ ഗദ്ഗദയാ ഗിരാതിവിമലൈരാനന്ദബാഷ്പൈർവൃത. എന്താ വെച്ചാൽ അഥ തസ്മാൽ മീൻസ് അതിനുശേഷം ബ്രഹ്മാവ് എന്ത് ചെയ്തു? ബ്രഹ്മദേവൻ എന്ത് ചെയ്തു? ദേവന്മാരെയും ഈ ഭൂമിദേവിയും കൂട്ടിയിട്ട്, അതാണ് ദേവൈഹി ദേവ്യാച വൃതഹാന്ന്. അതായത് ദേവന്മാരെയും ഭൂമിദേവിയെയും കൂട്ടിയിട്ട്, അവരാൽ ചുറ്റപ്പെട്ടവനായിട്ട് മീൻസ് അവരെയും കൂട്ടിയിട്ട് എന്നർത്ഥം. ക്ഷീരസമുദ്രതീരം പാലാഴി അഗമദ്, പാലാഴിയുടെ കരയിൽ എത്തി. അഖിലലോക ഹൃസ്ഥം, സകല ജീവജാലങ്ങളുടെയും ഹൃദയത്തിലിരിക്കുന്നവനും, അല്ലേ, അന്തര്യാമിയാണല്ലോ ഭഗവാൻ. അജരം, ഒരിക്കലും വാർദ്ധക്യം ബാധിക്കാത്തവൻ, ജരയില്ലാത്തവനും അജരം. സർവജ്ഞം, എല്ലാം അറിയുന്നവൻ, അല്ലേ. ഹരിം, എല്ലാവരുടെ ദുഃഖങ്ങളെയും താപത്രയങ്ങളെയും, നമ്മൾ പറഞ്ഞില്ലേ, താപത്രയങ്ങളെ മുഴുവൻ ദൂരീകരിക്കുന്നവനും. പിന്നെയോ അതാ ഹരിക്കുന്നവനാണ്, അതുകൊണ്ടാണ് ഹരി. ഈശം, ഈശ്വരനെ. ശ്രുതിസിദ്ധ നിർമ്മലപദൈഹി, അതായത് ശ്രുതി പറഞ്ഞാൽ നമ്മുടെ വേദത്തിലത്തെ വളരെ പുണ്യമായിട്ടുള്ള മന്ത്രങ്ങളോടുകൂടി പുരാണോദ്ഭവൈ, പണ്ട് തന്നെയുള്ള സ്തോത്രങ്ങൾ കൊണ്ടും, പുരാണങ്ങളത്തെ സ്തോത്രം കൊണ്ടും വേദങ്ങളത്തെ സ്തുതികൾ കൊണ്ടും ഭക്ത്യാ ഗദ്ഗദയ, അതായത് ഭക്തി കൊണ്ട് ഗദ്ഗദകണ്ഠനായിട്ട് ഗിര, അതായത് പ്രാർത്ഥിച്ചു. അതായത് വാക്കുകൾ പുറത്തേക്ക് വന്നു ഭക്തി കൊണ്ട് ഗദ്ഗദകണ്ഠത്തോടി. അതിവിമലൈഹി ആനന്ദബാഷ്പൈഹി വൃത, മാത്രമല്ല ഗദ്ഗദകണ്ഠാവും മാത്രമല്ല ചെയ്ത ആനന്ദബാഷ്പം പൊഴിഞ്ഞും കൊണ്ട് എന്ത് ചെയ്തു? അസ്തൗഷീദിച്ചാൽ സ്തുതിച്ചു എന്ന്. ബ്രഹ്മാവ് മനസ്സിലിങ്ങനെ ധ്യാനിച്ചു പറഞ്ഞില്ലേ. അപ്പോൾ മനസ്സിലായി നമുക്ക് വൈകുണ്ഠനാഥനെ അടുത്തേക്ക് പോവുകയാണ് വേണ്ടത്, സഹായം ചോദിക്കണം, അതന്നെയാണ് നല്ലതെന്ന് വിചാരിച്ചിട്ട് ദേവന്മാരോടും ഭൂമിദേവിയോടും കൂടിയിട്ട് ബ്രഹ്മദേവൻ പാലാഴിയുടെ തീരത്ത് എത്തിയിട്ട് ഭഗവാനെ എങ്ങനത്തെ ഭഗവാൻ? സർവാന്തര്യാമിയും പിന്നെയോ സർവജ്ഞനും എല്ലാവരുടെ താപത്രയങ്ങളെ ഹരിക്കുന്നവനും ആയിട്ടുള്ള ഭഗവാനെ വേദമന്ത്രങ്ങൾ കൊണ്ടും പുരാണങ്ങളിലുള്ള പഴയ സ്തോത്രങ്ങൾ കൊണ്ടും
വളരെ ഭക്തിയോടെ ഗദ്ഗത കണ്ഠത്തോടെ സ്തുതിച്ച് ആനന്ദ ബാഷ്പം പൊഴിച്ചുകൊണ്ട് കുറേ നേരം സ്തുതിച്ചു എന്നാണ്. അപ്പോൾ 7 തസ്മാത് ക്ഷീരസമുദ്രതീരമഗമദ് ബ്രഹ്മാഥദേവൈർവൃതോ ദേവ്യാ ചാഖിലലോകഹൃത്സ്ഥമജരം സർവജ്ഞമീശം ഹരിം അസ്തൗഷീച്ഛുതിസിദ്ധനിർമ്മലപദൈഃ സ്തോത്രൈഃ പുരാണോദ്ഭവൈഃ ഭക്ത്യാ ഗദ്ഗദയാ ഗിരാതിവിമലൈരാനന്ദബാഷ്പൈർവൃതഃ. ഇനി എന്താ അറിയോ പറയണത്? 8 അതെ. തതസ്ഫുരൻ സഹസ്രാംശു സഹസ്രസദൃശപ്രഭ ആവിരാസിദ്ധരി പ്രാച്യാം ദിശാം വ്യപനയം സ്തമഹ. എന്താ അറിയോ? അപ്പോൾ ഈ സ്തുതിച്ചപ്പോഴേ തഥാ മീൻസ് അപ്പോൾ അതിന് ശേഷം സഹസ്രാംശു സഹസ്ര സദൃശ പ്രഭ. അംശുമാൻ സൂര്യനാണ്. അപ്പോൾ സഹസ്രാംശു 1000 സൂര്യന്മാരെ ഒന്നിച്ചുദിച്ച പോലുള്ള എന്താ പ്രഭയോടുകൂടിയവനും. 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ച എത്ര പ്രഭ ഉണ്ടാവും? അത്ര പ്രഭയോടുകൂടിയവനും സ്ഫുരൻ അങ്ങേയറ്റം പ്രകാശിക്കുന്നവനും ആയ ഹരി ഭഗവാൻ ദിശാം തമ ആ ദിക്കുകളുടെ എല്ലാം തമസ്സിനെ വ്യപനയൻ നീക്കിയിട്ട് പ്രാച്യം വെച്ചാൽ കിഴക്ക്, പ്രതീചിച്ചാൽ പടിഞ്ഞാറ്, പ്രാച്യം വെച്ചാൽ കിഴക്കാണ്. ആവിരാസീത് ആവിർഭവിച്ചു. ഈ സ്തുതി കേട്ടപ്പോൾ ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ടു ബ്രഹ്മാവിൻ്റെ മുമ്പിൽ. എങ്ങനെ? 1000 സൂര്യന്മാർ ഒന്നിച്ചുദിച്ച് ഉയർന്നാലത്ത് അത്ര പ്രഭയോടും പ്രകാശത്തോടും കൂടി മഹാവിഷ്ണു ആ ദിക്കുകളുടെ അന്ധകാരത്തിനെ മുഴുവൻ നീക്കിക്കൊണ്ട് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, ആവിർഭവിച്ചു അല്ലേ? ആവിർഭവിച്ചു. ഇനി നമുക്ക് 7 വായിച്ച് 8ലേക്ക് പോവാം. തതസ്ഫുരൻ സഹസ്രാംശു സഹസ്രസദൃശപ്രഭ ആവിരാസിദ്ധരി പ്രാച്യം ദിശം വ്യപനയം സ്തമ. ഇനി എന്താണ്? 9 നോക്കാം. 9 9, 10, 11, 12, 13 ഭഗവാന്റെ വിവരണമാണ്. എങ്ങനെ? ഭഗവാന്റെ ആ രൂപത്തിൻ്റെ കേട്ടോ. അപ്പോൾ അത് വളരെ അത് വായിക്കുമ്പോഴും അതിൻ്റെ അർത്ഥം പറയുമ്പോഴും ഭഗവാനെ നമുക്ക് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അതായത് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ ഭഗവാനെ നമുക്ക് മനസ്സുകൊണ്ട് ധ്യാനിക്കാം. 9 കഥം ചിത് ദൃഷ്ടവാൻ ബ്രഹ്മ ദൂരദർശമകൃതാത്മനാം ഇന്ദ്രനീലപ്രതീകാശം സ്മിതാസ്യം പത്മലോചനം. 10 കിരീടഹാരകേയൂരകുണ്ടലൈകടകാദിഭി വിഭ്രാജമാനം ശ്രീവത്സകൗസ്തുഭ പ്രഭയാന്വിതം സ്തുവദ്ഭി സനകാദ്യൈശ്ച പാർഷദൈ പരിവേഷ്ടിതം ശംഖചക്രഗദാപത്മവനമാലാ വിരാജിതം. 12 സ്വർണയജ്ഞോപവീതേന സ്വർണവർണാംബരേണ ച ശ്രിയാ ഭൂമ്യാ ച സഹിതം ഗരുഡോപരി സംസ്ഥിതം. 13ാമത്തെ ഒരു വരിയായിട്ടാണ്. ഹർഷഗദ്ഗദയാ വാച സ്തോതും സമുപചക്രമേ. എന്താണ്? നല്ലൊരു ഡിസ്ക്രിപ്ഷൻ ഓഫ് ഭഗവാനാണ്, വിവരണം. അകൃതാത്മനാം, അതായത് നല്ല അന്ധകരണത്തിന് ശുദ്ധി ലഭിക്കാത്തവർക്ക്, ദുർദർശം കാണാൻ പറ്റാത്തത്, നല്ല പരിശുദ്ധമായ മനസ്സോടു കൂടിയവർക്കല്ലാത്തവർക്ക്, അതായത് കൽമഷമുള്ള മനസ്സുള്ളവർക്ക് കാണാൻ പറ്റില്ല. പരിശുദ്ധ മനസ്സോടുകൂടി അല്ലാത്തവർക്ക് ദുർദർശാച്ച എന്താ കാണാൻ പറ്റാത്തവനും, ഇന്ദ്രനീല പ്രതീകാശം ഇന്ദ്രനീലക്കല്ലിന് തുല്യമായിട്ടുള്ള നീല പ്രകാശത്തോടുവനും, പത്മലോചനം താമര ഇതളിൻ്റെ പോലുള്ള കണ്ണുകളോടുകൂടിയവനും ഒക്കെ നമുക്കിങ്ങനെ പറയുമ്പോൾ ആലോചിക്കാം കേട്ടോ. എന്താ? സാധാരണക്കാർക്കൊന്നും കാണാൻ സാധിക്കാത്ത, നല്ല മനഃശുദ്ധിയുള്ളവർക്ക് മാത്രം കാണാൻ സാധിക്കണതും അത്. പിന്നെ ഇന്ദ്രനീലക്കല്ല് പോലെ ശോഭിക്കുന്നത്. പിന്നെയോ താമര എതളിൻ്റെ പോലത്തെ കണ്ണുകൾ. പിന്നെയോ സ്മിതാസ്യം മന്ദഹാസം പൊഴിക്കുന്ന മുഖം.
പിന്നെയോ കിരീടഹാര കേയൂര കുണ്ടലം, കിരീടം മുത്തുമാലകൾ ഹാരം, പിന്നെയോ കേയൂരം കൈവളകൾ, പിന്നെയോ കുണ്ടലം കർണത്തിൽ കുണ്ടലം തൂങ്ങുന്നുണ്ട്, ഇവ കൊണ്ടും കടകാദിഭി കടകം മുതലായത് കൊണ്ടും ഈ തോൾവള അങ്ങനത്തൊക്കെ കൊണ്ടും വിഭ്രാജമാനം അതായത് വിരാജിക്കുന്ന അല്ലെങ്കിൽ ശോഭിക്കുന്ന ശ്രീവത്സ കൗസ്തുഭ പ്രഭയാ അന്വിതം, ശ്രീവത്സം എന്നുള്ള മറു പിന്നെ കൗസ്തുഭരത്നം ഇവയാൽ ശോഭിക്കപ്പെടുന്നവനും, പിന്നെയോ സനകാദ്യൈഹി സനകാദികളാൽ, സനകൻ അവരുണ്ടല്ലോ സനകാദികൾ, സനകൻ സനന്ദൻ സനാതനൻ അവർ ആ 4 മുനിമാരുണ്ടല്ലോ, സനകാദി മുനികളാൽ സ്തുതിക്കപ്പെടുന്നവനും, പിന്നെയോ പാർഷദൈഹീച്ച പിന്നെ നന്ദൻ സുനന്ദൻ ഇങ്ങനത്തെ പാർഷദന്മാരാലും പരിവേഷ്ടിതം ചുറ്റപ്പെട്ടവനും, പാർഷദന്മാരും ഉണ്ട് കുറേ. പിന്നെയോ വനമാല ശംഖചക്ര ഗദാപത്മ വനമാല വിരാജിതം, ശംഖും ചക്രയും ഗദയും പത്മയും വനമാലയും നമ്മൾ ഗുരുവായൂരപ്പൻ എപ്പോഴും പറയണതാണല്ലോ, അതിനാൽ ശോഭിക്കുന്നവനും, സ്വർണ്ണ യജ്ഞോപവീതേന സ്വർണ്ണവർണ്ണത്തിലുള്ള പൂണൂല് ഇട്ടിട്ടുണ്ട്, യജ്ഞോപവീതം പൂണൂലിട്ടിരിക്കുന്നവനും, പിന്നെയോ ശ്രീയ ആരാ പിന്നെ കൂടെ, ശ്രീദേവി മീൻസ് മഹാലക്ഷ്മി, ഭൂമിദേവി ഉണ്ട്, ഭഗവാന്റെ ഒരു ഭാഗത്ത് മഹാലക്ഷ്മി ഒരു ഭാഗത്ത് ഭൂമിദേവി ഉണ്ട്, അങ്ങനെയാണ് വന്നത്. സഹിതം ഭൂമിദേവിയും മഹാലക്ഷ്മിയോട് കൂടിയവനും, ഗരുഡോപരി സംസ്ഥിതം ഗരുഡവാഹനത്തിൻ്റെ മുകളിലിരിക്കുന്നവനുമായ ഹരിയെ ബ്രഹ്മാവ് കഥം ചിത് ദൃഷ്ടവാൻ പ്രയാസപ്പെട്ടിട്ട് കണ്ടു. എന്താ വെച്ചാൽ അത്ര 1000 സൂര്യന്മാരുദിക്കണ ശോഭണ്ടേ. ഹർഷഗദ്ഗതയാ വാച എന്നിട്ട് ആനന്ദം കൊണ്ട് ഗദ്ഗതം ആയിട്ട് സ്തുതിപ്പാനായിക്കൊണ്ട് സമുപചക്രമേ മീൻസ് തുടങ്ങി അല്ലെങ്കിൽ ആരംഭിച്ചു. അപ്പോൾ ഇതിൽ ഭഗവാന്റെ ആ മഹാവിഷ്ണുവിൻ്റെ ആ വളരെ മനോഹരമായിട്ടുള്ള രൂപമാണ് ഇതിൽ വർണ്ണിച്ചത്. പക്ഷേ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മൾ സാധാരണ പറയണ എല്ലാ അലങ്കാരങ്ങളോട് കൂടിയിട്ട് തന്നെ 1000 സൂര്യന്മാർ ഉദിച്ചു വരുന്ന പോലത്തെ ശോഭയുണ്ട്. അതിന് പുറമെ മഹാലക്ഷ്മിയും ഭൂമിദേവിയും കൂടിയിട്ടുമാണ് ഗരുഡൻ്റെ പുറത്തുമാണ് പ്രത്യക്ഷപ്പെട്ടത്. പാലാഴിയിൽ ചെന്നപ്പോൾ ഈ ബ്രഹ്മാവിന് ദർശനം കൊടുത്തത് ആ അനന്തമ്പാമ്പിൻ്റെ മേലിൽ കിടക്കണതായിട്ടല്ല. അതാണ് എങ്ങനെയാണ് ദർശനം കൊടുത്തത്. പാലാഴിയിൽ ചെന്ന് പ്രാർത്ഥിച്ചപ്പോൾ സ്തുതിച്ചപ്പോൾ ദർശനം കൊടുത്തത് ഗരുഡൻ്റെ മുകളിൽ, ഗരുഡോപരി കാളമേഘ കമ്രം അല്ലേ, ഇതിൽ എന്താ പറയുക, കർദമന് കാണിച്ചു കൊടുത്തതൊക്കെ മേപ്പത്തൂർ പറയുന്നുണ്ടല്ലോ, ഗരുഡോപരി കാളമേഘ കമ്രം വിലസ പാണി സരോജ പാണി പത്മം എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഗരുഡൻ്റെ മുകളിൽ മഹാലക്ഷ്മിയും ഭൂമിദേവിയും കൊണ്ട് പിന്നെ ഓഫ് കോഴ്സ് ബാക്കി എല്ലാവരും ഉണ്ട്, പാർഷദന്മാരും സനകാദികളും ഒക്കെ സ്തുതിക്കുന്നുണ്ട്. അങ്ങനെയാണ് ബ്രഹ്മാവിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ നമുക്ക് ഈ 13 വരെ 9 തൊട്ട് 13 വരെ ഒന്ന് വായിക്കാട്ടോ. കഥം ചിത് ദൃഷ്ടവാൻ ബ്രഹ്മ ദുർദർശമകൃതാത്മനാം ഇന്ദ്രനീലപ്രതീകാശം സ്മിതാസ്യം പത്മലോചനം കിരീടഹാരകേയൂരകുണ്ടലൈ കടകാദിഭി വിഭ്രാജമാനം ശ്രീവത്സകൗസ്തുഭപ്രഭയാന്വിതം സ്തുവദ്ഭി സനകാദ്യൈശ്ച പാർഷദൈഃ പരിവേഷ്ടിതം ശംഖചക്രഗദാ പത്മ വനമാലാ വിരാജിതം സ്വർണയജ്ഞോപവീതേന സ്വർണവർണാംബരേണ ച മഞ്ഞപ്പട്ട, അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ. ശ്രിയാമുദ്ഭൂമ്യാ ച സഹിതം ഗരുഡോപരി സംസ്ഥിതം ഹർഷഗദ്ഗദയാ വാചാ സ്തോതും സമുപചക്രമേ സ്തുതിക്കാൻ തുടങ്ങി. ആര്? ബ്രഹ്മാവ്. ഇനി ബ്രഹ്മാവിൻ്റെ സ്തുതിയാണ്. എന്താണ്? 14 നുതോസ്മി തേ പദം ദേവാ പ്രാണബുദ്ധീന്ദ്രിയാത്മഭി യച്ചിന്യതേ കർമ്മപാശാദ്ഹൃതി നിത്യം മുമുക്ഷുഭി. ദേവാ, ഹേ ദേവാ എന്ന് സംബോധന. തേ പദം അങ്ങയുടെ പാതാരവിന്ദങ്ങളെ പ്രാണബുദ്ധീന്ദ്രിയാത്മഭി
പ്രാണൻ, ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, ആത്മാവ്, മനസ്സ് എന്നിവ കൊണ്ട് നതഃ അസ്മി, ഞാൻ നമസ്കരിക്കുന്നു. ഞാൻ കായേന വാചാ മനസേന്ദ്രിയൈവ നമസ്കരിക്കുന്നു. ഞാൻ എൻ്റെ എല്ലാം കൊണ്ട് നമസ്കരിക്കുന്നു. പ്രാണനും ബുദ്ധിയും ഇന്ദ്രിയങ്ങളും മനസ്സും എല്ലാം ഞാൻ എല്ലാം കൊണ്ട് ഞാൻ അങ്ങേ നമസ്കരിക്കുന്നു. നതഃ അസ്മി, ഞാൻ നമസ്കരിക്കുന്നു എന്ന്. അതാണ് കർമ്മപാശാൽ, കർമ്മബന്ധത്തിൽ നിന്ന് മുമുക്ഷുഭിഹി, വിട്ട്, അതായത് മോക്ഷം ആഗ്രഹിക്കുന്നവർ, ഹൃദയത്തിൽ യാതൊന്ന് നിത്യം ചിന്തതയെ നിത്യവും ചിന്തിക്കപ്പെടുന്നു. മുമുക്ഷുക്കൾ, അതായത് മോക്ഷം ആഗ്രഹിക്കുന്നവരെ ആരെയാണോ എപ്പോഴും ഹൃദയത്തിൽ കൊണ്ടു നടക്കുന്നത്, അങ്ങനത്തെ ഭഗവാന്റെ പാദപത്മങ്ങളെ ഞാൻ എൻ്റെ പ്രാണനും ബുദ്ധിയും ജീവനും മനസ്സും എല്ലാം കൊണ്ടും ഞാൻ അങ്ങനത്തെ ആ ഭഗവാനെ ഞാൻ നമസ്കരിക്കുന്നു. ആദ്യത്തെ നമസ്കാരം. അതായത് എല്ലാവരും മോക്ഷം ആഗ്രഹിക്കുന്നവർ മുഴുവൻ ഏത് ഭഗവാനെയാണോ മനസ്സിലെപ്പോഴും സ്മരിക്കുന്നത്, ആ ഭഗവാന്റെ പാദപത്മങ്ങളെ ഞാൻ എൻ്റെ പ്രാണനും ബുദ്ധിയും മനസ്സും ഇന്ദ്രിയങ്ങളും എല്ലാം കൊണ്ട് ഞാൻ നമിക്കുന്നു. നുതോസ്മിതേ പദം ദേവാ പ്രാണബുദ്ധീന്ദ്രിയാത്മഭി യച്ചിന്യതേ കർമ്മപാശാധൃതി നിത്യം മുമുക്ഷുഭി. ഇനി അതായത് ഈ എന്താണ്, അതെ, ഇനി എന്താ അറിയോ, 15 മായയാ ഗുണമയ്യാ ത്വം സൃജസ്യവസി ലുംപസി ജഗത്തേന നതേ ലേപ ആനന്ദാനുഭവാത്മന. ഗുണമത്യ മായ, അതായത് മായയിലത്തെ ഏറ്റവും പ്രധാനമായിട്ടുള്ള എന്താ, ഈ സത്വരജസ്തമോ ഗുണങ്ങൾ. അതുകൊണ്ട് മായയ്ക്ക് ഗുണസ്വരൂപിണി എന്ന് പേരുണ്ട്. ഗുണസ്വരൂപിണിയായിട്ടുള്ള അതാണ് ഗുണമയ്യ മായ പറഞ്ഞത്. ഗുണസ്വരൂപിണിയായിട്ടുള്ള മായ കൊണ്ട് അങ്ങ് മീൻസ് ആ മായയിലത്തെ ഗുണങ്ങളെടുത്തിട്ട് അങ്ങ് ജഗത്തിനെ സൃഷ്ടിക്കണു, രക്ഷിക്കണു, സംഹരിക്കണു, അല്ലേ? സൃജസി അവസി ലുംബസി. സൃജസി പറഞ്ഞാൽ സൃഷ്ടിക്കുന്നു, അവസി പറഞ്ഞാൽ രക്ഷിക്കുന്നു, ലുംബസി പറഞ്ഞാൽ നശിപ്പിക്കുന്നു അല്ലെങ്കിൽ സംഹരിക്കുന്നു. തേന അതുകൊണ്ട് ആനന്ദാനുഭവാത്മന തേ ആനന്ദം തന്നെ, സച്ചിദാനന്ദം തന്നെ രൂപം കൊണ്ട് അങ്ങയ്ക്ക് ലേപ സംബന്ധമില്ല. എന്നാൽ അങ്ങയ്ക്ക് അതായിട്ട് എന്തെങ്കിലും, അങ്ങാണ് സൃഷ്ടി സംഹാരം നടത്തുന്നത്, പക്ഷേ അങ്ങ് വേറിട്ട് നിൽക്കുകയും ചെയ്യണ്ട. അങ്ങയ്ക്ക് ബന്ധമില്ല, കർമ്മബന്ധനമൊന്നുമില്ല, ജീവജാലങ്ങൾക്കേ ഉള്ളൂ. ഇപ്പോൾ എന്താ പറഞ്ഞു വെച്ചാൽ മായയിൽ ഇപ്പോൾ നമ്മൾ രാമായണത്തിൽ ഇത് പറഞ്ഞിട്ടില്ല, ഭാഗവതത്തിലൊക്കെ നമ്മൾ സൃഷ്ടിയിലത് കാണി. അതായത് മായ സത്വരജസ്തമോ ഗുണങ്ങൾ ഈക്വിലിബ്രിയം, അതായത് സന്തുലിതാവസ്ഥയിലാവണ സമയത്ത് സൃഷ്ടി നടക്കില്ല. അതായത് ഭഗവാനിലെല്ലാം ലയിച്ച് കിടക്കുമ്പോൾ ആ അദ്വൈത ശക്തിയായിട്ട് ഭഗവാൻ നിൽക്കുമ്പോൾ വേറെ ഒന്നുമില്ല, രണ്ടാമതൊന്നുമില്ല. അങ്ങനെ ആ അദ്വൈത ശക്തിയായിട്ട് പരമാത്മ ചൈതന്യം മാത്രമായിട്ട്, അതായത് പ്രാകൃത പ്രളയം കഴിഞ്ഞിട്ട് ആരുമില്ല. മായ ഭഗവാനിൽ ലയിച്ചെടുക്കുക. മായയും കാലവും എല്ലാവരുടെ കർമ്മങ്ങളും എല്ലാം ഭഗവാനിൽ ലയിച്ചിട്ട് ഒന്നുമില്ല. ആ പരമാത്മ ചൈതന്യം മാത്രം, സച്ചിദാനന്ദ സ്വരൂപം, ആ നിത്യസത്യബുദ്ധ തത്വം മാത്രമേ ഉള്ളൂ. അങ്ങനെ നിൽക്കും. അത് കഴിഞ്ഞ് ആ ഭഗവാന് അല്ലെങ്കിൽ ആ ശക്തിക്ക്, പ്രപഞ്ച ശക്തിക്ക് ലീലകളാടണമെന്ന് തോന്നുമ്പോൾ എന്താ ചെയ്യുക, തൻ്റെ ഉള്ളിൽ തന്നെ ലയിച്ച് കിടക്കുന്ന മായയെ ഒന്ന് ഈക്ഷണം ചെയ്യും. അതായത് എനർജി കൊടുക്കുകയാണ് അവനവൻ്റെ ഉള്ളിലത്തെ മായ. ഇപ്പോൾ ഒന്നും നടക്കില്ല, കാരണം ഈക്വിലിബ്രിയത്തിലാണ് ഗുണങ്ങൾ. അപ്പോൾ മയങ്ങി കിടക്കുക. അപ്പോൾ മായ ഉണർത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മായയ്ക്ക് എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒന്ന് ഈക്ഷണം ചെയ്യുക പറഞ്ഞാലോ, നോക്കിയിട്ട് എനർജി കൊടുക്കുക എന്നർത്ഥം. അപ്പം എന്തുണ്ടാവും വെച്ചാൽ ഈ ഈക്വിലിബ്രിയം നഷ്ടപ്പെടും, സന്തുലിതാവസ്ഥ ഗുണങ്ങളുടെ. എന്നിട്ട് മായ ആജിറ്റേറ്റഡ് ആവും, വളരെ ക്ഷുബ്ധാവും. മലയാളത്തിൽ സംസ്കൃതത്തിൽ എന്ന് വെച്ചാൽ ക്ഷുബ്ധം ആവും, മീൻസ് ആജിറ്റേറ്റഡ് ആവും. അപ്പോഴാണ് അതിന്ന് മഹത്തത്വം, പാലിൽ നിന്ന് വെണ്ണ വേർപിരിയുന്ന അല്ലെങ്കിൽ തൈരിൽ നിന്ന് വെണ്ണ വേർപിരിയുന്ന പോലെ മഹത്തത്വം അതിന്നിങ്ങട്. മഹത്തത്വം എന്ന് പറഞ്ഞാൽ എന്താണ്, അത്
പ്രിൻസിപ്പിൾ, അതായത് അൾട്ടിമേറ്റ് പ്രിൻസിപ്പിൾ എന്ന് എന്താ വെച്ചാൽ പറയാം, മഹത്തത്വം ഉണ്ടാവും. ആ മഹത്വത്തിൽ നിന്നാണ് പിന്നെ അഹംബോധവും. ആദ്യം ഞാനുണ്ട് എന്നുള്ളതാണ് അഹംബോധം. പിന്നെ അഹങ്കാരം, ഞാൻ എൻ്റെ എന്നില്ലേ, അതും വരും. ആ അഹങ്കാരം മൂന്നായി പിരിയാണ്. പിന്നെ 3 തരം അഹങ്കാരം, സത്വഗുണാഹങ്കാരം, രജോ ഗുണാഹങ്കാരം, തമോ ഗുണാഹങ്കാരം. സത്വഗുണാഹങ്കാരത്തിൽ നിന്ന്, ഇത് ഭാഗവതം കേട്ടവരൊക്കെ കേട്ടിട്ടുണ്ടാവും കേട്ടോ, അതാ രാമായണം മാത്രം കേൾക്കുന്നവർക്ക് വേണ്ടി ഞാൻ പറയുകയാണ്. ആ സത്വഗുണത്തിൽ നിന്ന് ഈ അന്ധക്കരണത്തിൽ 4 മനസ്സ്, ബുദ്ധി, ചിത്തം. അന്ധക്കരണത്തിൽ മനസ്സ്, ബുദ്ധി, ചിത്തം, അഹങ്കാരം 4 അത് 4ൻ്റെയും പിന്നെ 5 കർമ്മേന്ദ്രിയങ്ങളിലെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളിലെയും അങ്ങനെ 14 അധിഷ്ഠാന ദേവതകളും. അധിഷ്ഠാന ദേവത പറഞ്ഞപ്പോൾ മനസ്സിൻ്റെ ചന്ദ്രനാണ് പറയുമല്ലോ, കണ്ണിൻ്റെ സൂര്യനാണ്, അങ്ങനെയുള്ളതിനാണ് അധിഷ്ഠാന ദേവത പറയുന്നത്. അപ്പോൾ ഈ സത്വഗുണത്തിൽ നിന്ന് അഹങ്കാരം 3ആയി പിരിഞ്ഞു. സത്വഗുണാഹങ്കാരത്തിൽ നിന്ന് ഈ 5 കർമ്മേന്ദ്രിയങ്ങളെയും 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും അന്ധക്കരണത്തെ 4 അധിഷ്ഠാന ദേവതകളും അന്ധക്കരണവും ഉണ്ടാവും. പിന്നെ രജോ ഗുണാഹങ്കാരത്തിൽ നിന്ന് 10 ഇന്ദ്രിയങ്ങൾ മാത്രം, 5 കർമ്മേന്ദ്രിയവും 5 ജ്ഞാനേന്ദ്രിയവും. പിന്നെ തമോ ഗുണ അഹങ്കാരത്തിൽ നിന്നാണ് നമ്മൾ ഈ കാണുന്ന ഈ ദൃശ്യപ്രപഞ്ചം മുഴുവൻ ഉണ്ടാവണം. ആ തമോ ഗുണാഹങ്കാരത്തിൽ നിന്ന് ആദ്യം 5 തന്മാത്രകൾ ഉണ്ടാവും, ശബ്ദസ്പർശ രൂപ രസഗന്ധം. പിന്നെ ശബ്ദത്തിൽ നിന്ന് ആകാശം, അല്ലേ, സ്പർശത്തിൽ നിന്ന് വായു, എന്നിട്ട് പിന്നെ രൂപത്തിൽ നിന്ന് എന്താണ്, ഒന്നൊന്നാണ് കേട്ടോ, ആകാശത്തിൽ നിന്ന് പിന്നെ സ്പർശം, സ്പർശത്തിൽ നിന്ന് വായു, വായുവിൽ നിന്ന് രൂപം, രൂപത്തിൽ നിന്ന് തേജസ് അല്ലെങ്കിൽ അഗ്നി, പിന്നെ അഗ്നിയിൽ നിന്ന് രസം, രസത്തിൽ നിന്ന് ജലം, ജലത്തിൽ നിന്ന് ഗന്ധം, ഗന്ധത്തിൽ നിന്ന് ഭൂമി. അങ്ങനെ 5 തന്മാത്രകളും 5 ഭൂതങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് പിന്നെയാണ് ഈ എല്ലാം കൂട്ടി ബ്രഹ്മാണ്ടം അണ്ടായിട്ട് കിടക്കും. പിന്നെ ആ ബ്രഹ്മാണ്ടത്തിനെ 14 ലോകമാക്കും. ആ 14 ലോകങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന വിരാട് പുരുഷൻ, അങ്ങനെയാണ് പോണത്. അപ്പം അതുകൊണ്ടാണ് ഇവിടെ ഇത് പറഞ്ഞത്. ഇത് പറയാൻ കാരണം അതാണ്, ഗുണമയ്യമായ മായയിലത്തെ ഗുണങ്ങൾ ഉപയോഗിച്ചാണ് ഭഗവാൻ സൃഷ്ടി സ്ഥിതി സംഹാരം നടത്തുന്നത്. അതായത് രജോ ഗുണപ്രധാനിയായിട്ടുള്ള ബ്രഹ്മാവ് സൃഷ്ടി നടത്തുന്നു, സത്വഗുണപ്രധാനിയായിട്ടുള്ള വിഷ്ണു രക്ഷിക്കണു, തമോ ഗുണപ്രധാനിയായിട്ടുള്ള രുദ്രൻ സംഹരിക്കണു. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പിന്നെ മായയിലത്തെ ഗുണം കൊണ്ട് ജഗത്തിൻ്റെ സൃഷ്ടി സംഹാരം ചെയ്യുന്ന ഭഗവാൻ, ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള ഭഗവാന്, എന്നാൽ ഭഗവാനാണ് സൃഷ്ടിക്കണമെന്ന് വെച്ചാലും ഭഗവാനെ ഒന്നും ബാധിക്കണമില്ല. ഭഗവാൻ ആക്ച്വലി വേറിട്ട് നിൽക്കുവാണ്. മായയ്ക്ക് ശക്തി കൊടുക്കുന്നവനാണ്, അതേസമയം മായയിൽ നിന്ന് വേർപെട്ട് നിൽക്കുന്നവനാണ്. അതാണ് പറഞ്ഞത്. അത് പറഞ്ഞ് നമുക്കിവിടെ നിർത്തേണ്ടി വരും. അപ്പം ഞാൻ ഈ 15, കാരണം ഇതിൽ നമ്മൾ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സൃഷ്ടി പറഞ്ഞത്. എന്തുകൊണ്ടാണ് മായെന്നാണ് സൃഷ്ടിച്ചതെന്ന് പറയാൻ കാരണം വെച്ചാൽ എല്ലാം ഉണ്ടാവണത് ഈ മായയിലത്തെ ഗുണങ്ങളിലെ ആ ഈക്വിലിബ്രിയം ടിൽറ്റഡ് ആകുമ്പോഴാണ്, അല്ലെങ്കിൽ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമ്പോഴാണ്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. അങ്ങനെയുള്ള സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള മായയായിട്ട് ബന്ധമില്ലാത്ത, എന്നാൽ മായ ഉപയോഗിച്ച് സൃഷ്ടിക്ക് കാരണഭൂതനായിട്ടുള്ള ആ ഭഗവാനെയാണ് ഇവിടെ പറഞ്ഞത്. മായയാ ഗുണമയ്യാത്വം സൃജസ്യവസി ലുംപസി ജഗത്തേന നതേ ലേപ ആനന്ദാനുഭവാത്മനാ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ സീതാലക്ഷ്മണ ഭരതശത്രുഘ്ന ഹനുമൽ സമേത ശ്രീരാമചന്ദ്രസ്വാമിനേ നമഃ.